എല്ലാവർക്കും നമസ്കാരം. ആത്മീയം ജഗന്നാഥനിലൂടെ മുരുകൻ്റെ ശബ്ദം എന്ന ചാനലിലേക്ക് സ്വാഗതം. പഴനിമലയും 18 സിദ്ധന്മാരും സീരീസ് തുടരുകയാണ്. ഈ വീഡിയോയിൽ കുതുംബൈ സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത്. കുതുംബൈ സിദ്ധർ 18 സിദ്ധരായ സംഘത്തിലെ ഒരാളാണ്. അദ്ദേഹം യാദവ കുലത്തിൽ ജനിച്ചു. കുതുംബൈ എന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമല്ല. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ധരിച്ചിരുന്ന ഒരു പ്രത്യേകതരം കാതുബാലിയെയാണ് കുതുംബൈ എന്ന് വിളിച്ചിരുന്നത്. ബാല്യത്തിൽ അദ്ദേഹം അത്തരം കാതുബാലി ധരിച്ചിരുന്നതിനാൽ അമ്മ സ്നേഹത്തോടെ കുതുംബൈ എന്ന് വിളിച്ചു. 16-ാം വയസ്സിൽ അദ്ദേഹം സിദ്ധ പരമ്പരയിൽ ദീക്ഷ സ്വീകരിച്ചു. തുടർന്ന് ആത്മസാധനയിൽ തുടർന്നു. പിന്നീട് മഹത്തായ സിദ്ധനായി പ്രശസ്തനായി. കുതുംബൈ സിദ്ധർ എന്ന പേരിൽ അറിയപ്പെട്ടു. നിരവധി യോഗികളും പണ്ഡിതന്മാരും കുണ്ടലിനി ഒരു കാതുബാലി പോലെ ചുരുളി നിൽക്കുന്നതായി വ്യാഖ്യാനിക്കുകയും കുതുംബൈ സിദ്ധർ ഒരു കുണ്ടലിനി യോഗിയാണെന്നും അഭിപ്രായപ്പെടുന്നു. സിദ്ധ വൈദ്യശാസ്ത്രത്തിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. മഹാസിദ്ധൻ തൻ്റെ ആത്മസാക്ഷാത്കാരങ്ങൾ കവിതാരൂപത്തിൽ അവതരിപ്പിച്ചു. ആ കൃതികൾ ഇന്ന് കുതുംബൈ സിദ്ധർ പാടലുകൾ എന്നറിയപ്പെടുന്നു. ഇവ ലളിതമായ ഘടനയോടുകൂടിയെങ്കിലും അതീവ ഗൗരവമുള്ള വചനങ്ങളാണ്. പരബ്രഹ്മം, സർവ്വവ്യാപിയായ ദൈവതത്വം, കുണ്ടലിനി, യമനിയമങ്ങൾ, ആത്മാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും വിലക്കുകളും, സിദ്ധ വൈദ്യശാസ്ത്രം, ദൈവദർശനങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹം തൻ്റെ പാടലുകളിൽ ഉൾക്കൊള്ളുന്നു. സിദ്ധരുടെ ഓരോ പാട്ടിലും കുതുംബൈ എന്ന വാക്ക് ഓരോ ചരണത്തിലും കാണപ്പെടുന്നു. തൻ്റെ കാതുബാലിയോട് സംസാരിക്കുന്നത് പോലെ ഉപദേശിക്കുന്ന ശൈലിയാണ് കാണുന്നത്. ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ കൂടുതൽ ഗൂഢാർത്ഥങ്ങൾ വെളിവാകുന്ന കൃതികളാണിവ. ഈ കൃതികളിലെ ഏതാനും ചില ഭാഗങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ പറയുകയാണ്. എങ്ങും നിറഞ്ഞിരിക്കുന്ന ദൈവിക പ്രകാശത്തെ നിന്റെ ശരീരത്തിനുള്ളിൽ കാണുക. കുതുംബൈ, നിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ കാണുക. പരമസത്യം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പ്രകാശമാണെന്ന് കുതുംബൈ സിദ്ധർ പറയുന്നു. ആ ദൈവിക പ്രകാശം ശരീരത്തിനുള്ളിലും സന്നിഹിതമാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരം മോക്ഷത്തിലേക്കുള്ള ഉപകരണമാണ്. പുറം ലോകത്തിലേക്ക് നോക്കാതെ അകത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. അടുത്തത്, പ്രതിദിനം ആത്മസാധനയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ശിവതത്വം കൈവശം തന്നെയാണ്. കുതുംബൈ, ശിവതത്വം കൈവശം തന്നെയാണ്. വിവരണം: ദിവസേന ആത്മപരിശീലനങ്ങളിൽ പ്രതിബദ്ധതയുള്ള സാധകർക്ക് മാത്രമേ ദൈവ സത്യസാക്ഷാത്കാരം ലഭ്യമാകൂ എന്ന് സിദ്ധർ പറയുന്നു. അടുത്തത്, കോപം, അസൂയ, കടുവാക്ക്, വക്രബുദ്ധി ഇവ പാപത്തിലേക്കാണ് നയിക്കുന്നത്. കുതുംബൈ ഇവ പാപത്തിലേക്കാണ് നയിക്കുന്നത്. വിവരണം: കോപം, അസൂയ, കഠിനവാക്കുകൾ, വക്രചിന്ത ഇവ സനാതനധർമ്മത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കാൻ ഇടയാക്കുന്നവയാണ്. ഇവിടെ പാപം എന്നത് പ്രകൃതി നിയമങ്ങളെ അവഗണിക്കുന്നതിൻ്റെ ഫലമാണെന്നർത്ഥം. അടുത്തത്, ആരംഭമില്ലാത്ത 5 പ്രവർത്തികളുള്ള ദൈവതത്വത്തെ ശാസ്ത്രങ്ങൾ സ്തുതിക്കുന്നു. കുതുംബൈ ശാസ്ത്രങ്ങൾ സ്തുതിക്കുന്നു. വിവരണം: അനാദി എന്നത് ആരംഭമില്ലാത്ത ശുദ്ധ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ശൈവ ആഗമങ്ങൾ പറയുന്നതനുസരിച്ച് ശിവഭഗവാൻ 5 പ്രവർത്തികൾ നടത്തുന്നു: സൃഷ്ടി, നിലനിർത്തൽ, സംഹാരം, തിരോധാനം അല്ലെങ്കിൽ മറവ്, അനുഗ്രഹം, മോക്ഷപ്രദാനം. ഈ അനാദി തത്വത്തെ ശാസ്ത്രങ്ങൾ സ്തുതിക്കുന്നുവെന്ന് സിദ്ധർ പറയുന്നു. അടുത്തത്, മലശിഖരത്തിലെത്തിയവർക്ക് മാങ്ങാപ്പാൽ ലഭ്യമാകുമ്പോൾ തേങ്ങാപ്പാൽ എന്തിനാണ്? കുതുംബൈ, തേങ്ങാപ്പാൽ എന്തിനാണ്? വിവരണം: ഇത് സന്ധ്യാഭാഷ എന്ന ഗൂഢശൈലിയിലുള്ള ഉപമയാണ്. ലോകീയ ലാഭങ്ങൾ തേങ്ങാ മരത്തിൽ കയറി ലഭിക്കുന്ന ഫലങ്ങളോട് ഉപമിക്കുന്നു. എന്നാൽ ആത്മസാക്ഷാത്കാരം മലശിഖരത്തിലെത്തുന്നത് പോലെയാണ്. അവിടെ ലഭിക്കുന്ന ജ്ഞാനാമൃതം മാങ്ങാപ്പാൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. യോഗികൾ 6 ആധാരങ്ങൾ കടന്ന് സഹസ്രാരത്തിലെത്തുമ്പോൾ അമൃതാനുഭവം ലഭിക്കുന്നുവെന്ന വ്യാഖ്യാനവുമുണ്ട്. ഈ ലേഖന പരമ്പരയുടെ ആരംഭമായി ഇത്തരത്തിലുള്ള ചില മുത്തുകൾ ഇവിടെ അവതരിപ്പിച്ചു. മഹാസിദ്ധന്മാർ രചിച്ച സിദ്ധർ പാടലുകളിൽ നിന്ന് കൂടുതൽ ദൈവീയ വചനങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രാർത്ഥനയോടെയാണ് ഇത് സമർപ്പിക്കുന്നത്. ആഴത്തിലുള്ള ധ്യാനവും ആത്മസാധനയും മുഖേന മാത്രമേ ഇതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ പൂർണ്ണമായി തുറന്നു വരൂ. നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി വീണ്ടും വരാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.